വിചാരിച്ച പൈസ കിട്ടിയിട്ടില്ല. അയാളവിടെ ഉണ്ടോ? ആ അയാളവിടെ ഉണ്ട്. ഇതും കിട്ടീനാ? കിട്ടീന് 1000 കിട്ടേണ്ടിയായിരുന്നു. ആ ഭദ്രാളിയിലുണ്ട് 500 കിട്ടിയിട്ടുള്ളൂ. എന്നാൽ ശരി. ഒന്നും ആളെടുക്കൊന്ന് കാര്യമായിട്ടൊന്ന് കിട്ടണം. രാജുവേട്ടാ അല്ല എന്താ ഇതിപ്പോ വന്ന നിങ്ങള്? അല്ല എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായി. നിങ്ങൾ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നിന്. എല്ലാം നിങ്ങൾ പിരിവേറാണോ? ഏത് പിരിവ്? നമ്മള് പിരിവൊന്നുമല്ലപ്പ. ഈ പിരിവുകാരൊക്കെ കൊണ്ട് ഒരു രക്ഷയുമില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ വരുന്ന വഴിക്ക് ഒരു 2 ആള് പോയെ 500 റുപ്യ മുറിച്ചിട്ടിട്ടാ പോയെ. പിരിവാറത്? ആ ശരി. നിങ്ങളെന്താ പറയുന്നത്? താലശ്ശേരി വമ്പം പിരിവ്. അതുകൊണ്ടല്ലേ ഞാൻ കൂത്തുറമ്പിൽ വീട് എടുത്ത്. അല്ല നിങ്ങൾ വന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മള് വന്ന വേറൊന്നല്ലപ്പ, നമ്മളെ ചെറിയൊരു പുനരുദ്ധാരണം ഉണ്ടായിരുന്നു. നോട്ടീസിൻ്റെ അകത്ത് കാര്യമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ചിട്ട് അല്ലേ, നമ്മളങ്ങനെ നിർബന്ധിക്കുന്നില്ല. ഒരു 5 നമ്മൾ എല്ലായിടത്തൊന്നും പോകുന്നില്ല കേട്ടാ. കുറച്ച് പൈസയൊക്കെ ഉള്ള നല്ല ടീമിൻ്റെ അടുത്ത് മാത്രമേ പോകുന്നുള്ളൂ. രാജു ഞാൻ 5 കൊറിയർ. അല്ല അത് പിന്നെ നമുക്കറിയാലോ. നമ്മളെ എന്നാ രാജുവേട്ടാ ഇതെല്ലാരാ എന്നാ പ്രശ്നം? ഒന്നും പറയണ്ട, ഇവര് പിരിവുകാർ തന്നെയാ. ഇപ്പൊ എല്ലാം ഒരു പിരിവ് കഴിഞ്ഞിനി, പിന്നെ പിരിവ് തന്നെയാ. നിങ്ങളിത് കണ്ട, കഴിഞ്ഞ മാസം ഈ മാസമായിട്ടുള്ള പിരിവിന്റെ മൊത്തം റെസീറ്റ് ഉണ്ടായില്ല. ഇതെന്താ വേണ്ടേ? ഇറങ്ങിയാട്ടെ വീട്ടിൽ നിന്ന്. എന്തിനാ ഇത്? നീ പറയില്ല, നാട്ടുകാരെല്ലാം കേൾക്കുന്നുണ്ട്. ഇത് അടുക്കാട് നിങ്ങൾ അടുക്ക്. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്നോടൊന്നും വിചാരിക്കരുത്. ഈടെ മണിക്കൂർ വെച്ചിട്ട് പിരിവിന് ആൾക്കാർ വരുന്നുണ്ട്. എന്തെന്നാ ഞാൻ ഇവിടുന്ന് ചെയ്യണ്ടേ? ഇതിൽ രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. പക്ഷെ നിങ്ങൾ ഇത് ആരോട് പറയരുത്. ഞാൻ ഈ കമ്മിറ്റിയുള്ളതാണ്. എന്നോട് ആരും പിരിവൊന്നും ചോദിക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളും കൂടി കമ്മിറ്റി കൂട്. എന്നാ ചേർക്ക് ഇപ്പം പറ്റില്ല. ഇപ്പോഴത്തെ കമ്മിറ്റി എല്ലാം കഴിഞ്ഞില്ലേ? അടുത്ത വർഷ കമ്മിറ്റിയിൽ നിങ്ങൾ ചേരി. അപ്പോൾ നിങ്ങളോട് ആരും പിരിവ് ചോദിക്കില്ല. ശരി, വരുന്നേ.